അകത്ത് സമ്മതിക്കുമോ എന്നറിയില്ല. ഞാനിതിൽ കൊണ്ടുപോവാണ്. ഇതാണ് ഫ്രണ്ടിലെ അവരുടെ എൻട്രൻസ്, ലൈറ്റ്. ഇതാണ് അവരുടെ ഗേറ്റ് എൻട്രൻസ്. ഞങ്ങൾ കയറി വന്നു. അതിന് എല്ലായിടമൊന്നും അവർ കാണിക്കത്തില്ലായിരിക്കും, എന്നാലും ഇതിവിടെ ഒരു ടോയ്ലറ്റാണ് തോന്നുന്നു കേട്ടോ. ഒരു ടോയ്ലറ്റ് നോട്ട് അലവിങ്. പഴയ ടോയ്ലറ്റ്, എത്രയോ വർഷങ്ങൾ മുമ്പുള്ള ടോയ്ലറ്റ്സ്, ടൈൽസ്. കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ എൻട്രൻസ് ഇറങ്ങി. ഇതൊരു ഡ്രസ്സിങ് ഏരിയ ആണെന്ന് തോന്നുന്നു. ടോയ്ലറ്റ് ഡ്രസ്സിങ് ഏരിയ. അതെ, ഇവിടുത്തെ ഒരു ചെയർ, സ്പെഷ്യൽ ചെയർ. Room you find through the door next to the clock and then all the way into the left. And the most important thing to think about is that you can't touch anything, lean on anything or use any furniture because it's all original. And no food or drinks in the castle if you want one. Yeah, this is okay. Yes. And if you have any questions, just come back here. Yeah, okay, thank you. Yes, sure. Okay. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവരുടെ ചോദിച്ചു പിക്ചർ എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞിരിക്കുകയാണ്, അലൗഡാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു പിക്ചറാണ്. ഇത് നമുക്ക് ക്ലിയർ ആവോ ഇല്ലയെന്നറിയില്ല, കാരണം ഇവിടെ ലൈറ്റ് കുറവാണ്. പിക്ചറ് വലിയ പിക്ചറാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പിയാനോ, ഒരു വലിയൊരു ഹോളാണ്. പിയാനോ വിത്ത് റീഡിങ്. ഇതാണ് ഇത് ഹോളിൽ ചെന്ന് വന്ന ഉടനെ ഒരു ഹോളാണ്. ആ ഹോളിലെ വ്യൂ ആണ്. ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല ക്യാമറ എടുത്തു കഴിഞ്ഞാൽ. ഇത് അന്നുള്ള ചെയർ തോന്നുന്നു. ചെയർ ചെയർ ചെയർ. അപ്പം നമ്മൾ ഇവിടുന്ന് അത്തോട്ട് പോകുന്നത്. ഇത് ലൈറ്റ് അപ്പ്. കയറി പോകുന്നതാണ്. നമ്മളിപ്പോൾ അതിൽ ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴി പോവാണ്. കബോർഡാണെന്ന് തോന്നുന്നു. കബോർഡ്, അതെ അതെ, സൈഡ് കബോർഡാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ ആർട്ട് വർക്ക് സ്മോക്കിംഗ് റൂം എന്നാണ് പറയുന്നത്. കണ്ടിട്ട്
സ്റ്റഡി റൂമിലോട്ടാണ്. ഇവരുടെ സ്റ്റഡിങ് റൂം. ഇവരുടെ സ്റ്റഡിങ് റൂം അന്നത്തെ ബുക്സ് തന്നെയാണെന്നാണ് പറയുന്നത്. അവർ നമുക്കൊരു ബുക്ക് തന്നിട്ടുണ്ട്, അതിനകത്ത് പറയുന്നത് പഴയ ബുക്സ് ഇതാണ്. ലൈറ്റ്, പഴയ ലൈറ്റ്, ചെയർ. സ്റ്റഡി റൂമിൽ ചിമ്മിനി അല്ലേ? സ്റ്റഡി റൂമിൻ്റെ ചിമ്മിനിയാണ്. ഇതിൽ കൂടെ നല്ല കാറ്റ് വരുന്നുണ്ട്. ഞങ്ങളുടെ ബുക്സ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. സ്റ്റഡി റൂം. അമ്മയും കാര്യങ്ങൾ. ഇത് മീൻ പിടിക്കുന്നതാണ്. ഫിഷിങ്. ഓക്കെ ഓക്കെ, ഫിഷിങ്. ഇത് ബോളിൽ ഓരോന്ന് കൊണ്ടെടുത്ത് വെച്ചിട്ടാണോ എടുത്തിട്ട് ഇത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. വോൾ ഫുള്ളാണ്. ഇത് വോൾ ഫുള്ളിലുണ്ട്. കാരണം ഇത് ലൈറ്റ്, ഇത് നമ്മൾ ഒരു സൈഡിലോട്ട് കയറുവാണ്. കയറി ഇതൊരു സൈഡിൽ ഇവിടെ പഴയ സാധനങ്ങളുമായിട്ട് അറേഞ്ച് ചെയ്യും. ഇതവരുടെ ചെയറ്, അവിടെ ചെയറ്. അതെ, ഇതാണ് അവിടെ ചിമ്മിനി, ഓൾഡ് ചിമ്മിനി. എത്രയോ വർഷം പഴക്കമുള്ള ഇതൊരു വെയിൽ വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ ബില്യാർഡ് റൂമാണ്. അവിടെ ബില്യാർഡ് ഉണ്ട്. ബില്യാർഡ് ടേബിള്. പിന്നെ റെഡ് വോൾ എന്ന് പറയണേ. റെഡ് മാർബിൾ വോൾ. എല്ലാം റെഡ് മാർബിൾ. ഇവിടെ എല്ലാം സീറ്റാണ്. സീറ്റ് അവർ അറേഞ്ച് ചെയ്ത് ഓളാണ്. ഇതിലോട്ട് നമ്മൾ ഡൈനിങ് റൂമിലോട്ടാണ് പോകുന്നത്. ഇതാണ് അവരുടെ ഡൈനിങ് റൂം. ഇതാണ് അവരുടെ ഡൈനിങ് റൂം.
പക്ഷേ ഇന്നും വളരെ മനോഹരമായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഡൈനിങ് റൂമിൻ്റെ ഒരു പാർട്ട്. അവിടുത്തെ ചെമ്മിനി. പാട്ടൊക്കെ കണ്ടോ? ഇതാണ് വ്യൂ, ഡൈനിങ് റൂമിൻ്റെ വ്യൂ. ഒരു വളരെ വലിയ ഹോളാണ്. ഇതിൻ്റെ ചെയർസാണ്, അതിന് കുറച്ച് ചെയർസ് ആയിരിക്കും. ചെയർസ് പിന്നെ പഴയ ചെമ്മീൻ. ഇതിനകത്തൂടായിരിക്കും ഫുഡൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. ഇത് ക്രോക്കറി ഷെൽഫ്. ക്രോക്കറി ഷെൽഫ്. സ്പാനിഷിലാണ് എഴുതിയിരിക്കുന്നത്, വായിക്കാൻ പറ്റത്തില്ല. ഓവറോൾ ഡിന്നർ മെനു ഉണ്ട് 1882 1895 ഡിന്നർ. ഇതാണ് അവരുടെ ഡിന്നർ മെനു. ഡിന്നർ മെനു 1890 ഡിന്നർ മെനു. 1885 ടോയ്ലറ്റിൽ കിച്ചൺ ടോയ്ലറ്റ് ഡൗൺ ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പോ. കിച്ചൺ ഇത് ചെയർസ് അവർ കിച്ചൺ ഡൈനിങ് കഴിഞ്ഞ് ഇനി കിച്ചണിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ഷെൽഫ്, അതിൽ പഴയ കിച്ചൺ. കിച്ചൺ ഇത് കിച്ചണിലോട്ടാണ് പോകുന്നത്. നൈഫ് ക്ലീനർ. ഇത് നൈഫ് ക്ലീനർ. നൈഫ് ക്ലീനർ.